വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഇന്ന് ഞങ്ങൾ ആദുവിനെ സ്കൂളിലാക്കാൻ വേണ്ടി പോവാണ്. ആദുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് ഖത്തറിൽ. അപ്പോൾ കുറച്ച് കാലത്തെ ഗ്യാപ്പിന് ശേഷം ആദു വീണ്ടും ബാക്ക് ടു സ്കൂൾ. ആദു എന്ത് പറയുന്നു? ഹാപ്പി? അത് പുതിയ യൂണിഫോമും ബാഗൊക്കെ ഇട്ട് അല്ലേ, അടിപൊളി കുട്ടപ്പനായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ബാഗും ഒക്കെ വാങ്ങാൻ പോയി. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റിലിടാം, അപ്പോൾ എല്ലാവരും കാണാം. സോ അങ്ങനെ ഞങ്ങളിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 7:30 അവിടെ എത്തണം. അത് സ്കൂളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കേ. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലേ? B1. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോകട്ടെ. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ആദുവിൻ്റെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ഫീൽഡ് എന്നാണ് കേട്ടോ സ്കൂളിൻ്റെ പേര്. ആദു നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ബാഗ് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവൻ എന്നെ എല്ലാം പിടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ എന്നെ ഒറ്റയ്ക്ക് ബാഗും കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങളിത് ആദുവിൻ്റെ ക്ലാസ്സിലേക്ക് കയറുന്ന അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് ബാഗൊക്കെ ഫോൾഡ് ചെയ്തിട്ട് ബാഗ് ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നീണ്ട 1 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ആദു വീണ്ടും സ്കൂളിലേക്ക് പോകുന്നത്. കാരണം അവൻ്റെ ID കിട്ടാൻ കുറച്ച് നേരം വൈകിയിരുന്നു. LKG UKG ഒക്കെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എത്തി 1 ഇയർ ഗ്യാപ്പ് വന്നു സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം അവൻ്റെ ID കിട്ടാൻ നേരം വൈകി. അപ്പോൾ അവനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. സ്കൂളിൽ കുറേ ന്യൂ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനിത് അങ്ങനെ അവൻ്റെ ക്ലാസ്സിലേക്ക് കയറി. അപ്പോൾ ഗായ്സ്, ഇത് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ബാഗും ഷൂ അങ്ങനെ സ്കൂളിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ബർവ വില്ലേജിൽ സഫാരിലേക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ആദുവിനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ്, അവന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാണല്ലോ. അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ബാഗൊക്കെ വാങ്ങുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അതിൻ്റെ മുന്നെയാണ് ടോയ്സ് ഉള്ളത്. അപ്പോൾ ടോയ്സ് കണ്ടാൽ പിന്നെ അവൻ അവിടെ നിന്ന് വരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അവൻ ഓരോന്ന് കാണിച്ചു തരണം. ഇനി വരുമ്പോൾ എനിക്ക് ഇത് വാങ്ങിച്ചു തരണം, ഇത് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഓരോന്ന് കാണിച്ചു തരാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവനെ അവിടെ നിന്ന് കൊണ്ടുപോയി നേരെ ബാഗിൻ്റെ അടുത്തെത്തി. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ബാഗൊക്കെ സെലക്ട് ചെയ്ത് അതിനുശേഷം പിന്നെ സ്കൂൾ ഷൂവും കൂടെ സെലക്ട് ചെയ്ത് ബ്ലാക്ക് കളർ. പിന്നെ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ സ്നാക്സ് ബോക്സ്, ബോട്ടിൽ, സോക്സ് അതെല്ലാം വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ബില്ലടക്കാനായിട്ട് അവിടെ എത്തി. അപ്പോൾ ഫുൾ അവൻ്റെ സാധനങ്ങളായതുകൊണ്ട് തന്നെ അവന് അതിലൊന്നും ഞങ്ങൾ ആരും ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ല. ഫുൾ അവൻ തന്നെ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെടുത്ത് കൊടുക്കുകയാണ് ഓരോന്ന്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് സാധനമൊക്കെ എടുത്ത് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെയാണ് സാധനം ഫുള്ള് പിടിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങളായിരിക്കും എന്താണ് ഒരു കവറെങ്കിലും ഒന്ന് ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പിടിച്ചൂടെ, അതിനെ കൊണ്ടാണോ എല്ലാം പിടിപ്പിക്കുന്നത്, വീഡിയോ എടുത്ത് നടക്കുകയാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ബട്ട് അവൻ സമ്മതിക്കുന്നില്ല. അവൻ്റെ സാധനങ്ങളൊക്കെ അവൻ തന്നെ പിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് ആദുവിൻ്റെ സ്കൂളിംഗ് വിശേഷങ്ങൾ. അപ്പോൾ പർച്ചേസിങ് കഴിഞ്ഞിട്ട് ആദു നബീൽക്കും കൂടെ പോയിട്ടു. ഞാൻ പിന്നെയും ഡ്യൂട്ടിക്ക് കയറി. ഞാൻ ഡ്യൂട്ടിൻ്റെ ഇടയിൽ ഇറങ്ങിയതായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പം എൻ്റെ ടീ ബ്രേക്കാണ്. അപ്പോൾ ഞാനിത് കുറിച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരും. അതുവരെ ടാറ്റാ, ബൈ ബൈ.